കാലം മാറുമ്പോൾ മനുഷ്യന്റെ ആസ്വാദന രീതികളും ആത്മീയ അന്വേഷണങ്ങളും പുതിയ രൂപങ്ങൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ഒരു പുതുമയാർന്ന സാംസ്കാരിക ആസ്വാദന രൂപമാണ് ഭജൻ ക്ലബ്ബിംഗ്. പരമ്പരാഗത ഭജനകളെ ആധുനിക സംഗീത ശൈലികളിൽ കൂട്ടിച്ചേർത്ത് യുവതലമുറയ്ക്ക് കൂടുതൽ ആകർഷകമാക്കുന്ന ഈ ആശയം ഇന്ന് വലിയ തോതിൽ സ്വീകാര്യത നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഭജൻ എന്നത് ഇന്ത്യൻ ആത്മീയ സംസ്കാരത്തിന്റെ ഹൃദയമാണ്. ലളിതമായ താളങ്ങളിലും ചടുലതയാർന്ന വരികളിലൂടെയും ദൈവസ്മരണയിൽ ലയിക്കാൻ സഹായിക്കുന്ന കലാരൂപം. എന്നാൽ ഇന്നത്തെ യുവാക്കൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഊർജ്ജസ്വലമായ ബീറ്റുകളും ലൈറ്റ് എഫക്റ്റുകളും നിറഞ്ഞ ക്ലബ്ബ് സംസ്കാരത്തിലേക്കാണ്. ഈ രണ്ട് ലോകങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഭജൻ ക്ലബ്ബിംഗ്. മൻ കി ബാത്തിൽ സംസാരിക്കവേ ജെൻസി തലമുറക്കിടയിൽ വളർന്നുവരുന്ന ഭജൻ ട്രെൻഡ് എന്ന ആത്മീയ സംഗീത പ്രവണതയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭജനകളും കീർത്തനങ്ങളും നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ആത്മാവായി നിലകൊണ്ടിട്ടുണ്ടെന്നും ആ പാരമ്പര്യം ഇന്നത്തെ യുവാക്കൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി ചേർത്ത് പുതുഭാവത്തിൽ അവതരിപ്പിക്കുന്നത് അത്ഭുതകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവാക്കൾ സംഘടിപ്പിക്കുന്ന ഭക്തിസാന്ദ്രമായ സംഗീത കച്ചേരികളുടെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത നേടുകയാണ്. പരമ്പരാഗത ഭജനകളെ ആധുനിക സംഗീത സംവിധാനങ്ങളുമായി സംയോജിപ്പിച്ചാണ് ഈ പരിപാടികൾ ഒരുക്കുന്നത്. ഭജൻ ക്ലബ്ബിംഗ് എന്നറിയപ്പെടുന്ന ഈ രീതി ജെൻസി തലമുറയ്ക്കിടയിൽ അതിവേഗം പ്രചാരം നേടുന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഭജനകളുടെ ഗൗരവവും വിശുദ്ധിയും പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ടാണ് ഈ പുതുമകൾ അവതരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭക്തിയെ ലഘുവായി കാണുന്ന സമീപനം എവിടെയും കാണാനില്ല. വാക്കുകളുടെ അർത്ഥത്തിനോ ഭാവത്തിനോ യാതൊരു കോട്ടവും സംഭവിക്കുന്നുമില്ല. വേദികൾ ആധുനികമായിരിക്കാം, സംഗീതത്തിന്റെ ഈണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, എന്നാൽ ഭക്തിയുടെ അടിസ്ഥാന വികാരം അതേപടി നിലനിൽക്കുന്നു. അവിടെ ആത്മീയതയുടെ തുടർച്ചയായ ഒഴുക്ക് വ്യക്തമായി അനുഭവപ്പെടുന്നു എന്നും മോദി കൂട്ടിച്ചേർത്തു. ഡൽഹി, കൊൽക്കത്ത, ബംഗളൂരു തുടങ്ങിയ ഇന്ത്യൻ നഗരങ്ങളിലുടനീളം മാത്രമല്ല അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കും ഈ ഭജൻ ക്ലബ്ബിംഗ് സംസ്കാരം വ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിലും ഇത്തരം ഭജൻ പരിപാടികൾക്ക് യുവാക്കളുടെ ഇടയിൽ വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രമുഖ ഭജൻ ഗ്രൂപ്പുകൾ അവതരിപ്പിക്കുന്ന പരിപാടികളുടെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഈ ആത്മീയ നവോത്ഥാനത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭജൻ ക്ലബ്ബിംഗിൽ ദൈവനാമങ്ങളും മന്ത്രങ്ങളും പുതിയ ട്രെൻഡിംഗ് ബീറ്റുകളുമായി ലയിക്കുന്നു. പരമ്പരാഗത ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ വാദ്യങ്ങൾക്കൊപ്പം സിന്തസൈസറും ഡിജിറ്റൽ സൗണ്ട് ഇഫക്റ്റുകളും ചേർക്കപ്പെടുന്നു. ഇതിലൂടെ ആരാധന ഒരു നിശബ്ദ ധ്യാനത്തിലേക്ക് മാത്രം ചുരുങ്ങാതെ ശരീരവും മനസ്സും ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരു ഉത്സവമായി മാറുന്നു. ഈ പ്രവണതയ്ക്ക് പിന്തുണയും വിമർശനവും ഒരുപോലെയുണ്ട്. പിന്തുണയ്ക്കുന്നവർ പറയുന്നത് യുവതലമുറയെ ആത്മീയതയിലേക്ക് ആകർഷിക്കാൻ ഇത് ഫലപ്രദമാണെന്നാണ്. ക്ലബ്ബ് സംഗീതത്തിലൂടെ എത്തുന്നവർക്ക് പിന്നീട് ഭജനത്തിന്റെ അർത്ഥത്തിലും ആത്മാവിലും താല്പര്യം കാണിച്ചേക്കാം. അതേസമയം വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് ഭജനത്തിന്റെ വിശുദ്ധതയും ലാളിത്യവും ഇത്തരത്തിലുള്ള അവതരണങ്ങളിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. എങ്കിലും സംസ്കാരം ഒരിടത്ത് നിലനിൽക്കുന്നതല്ല, അത് തുടർച്ചയായ പരിണാമമാണ്. ഭജൻ ക്ലബ്ബിംഗ് ആധുനിക മനുഷ്യന്റെ ആത്മീയ അന്വേഷണത്തിന്റെ പ്രതിഫലനമായി കാണാം. ആത്മീയതയും വിനോദവും തമ്മിലുള്ള അതിർത്തികൾ പുതുക്കിയെഴുതുന്ന ഈ പ്രവണത ഭാവിയിൽ എങ്ങനെയാകും നിലനിൽക്കുക എന്നത് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.